അനുഗ്രഹിക്കട്ടെ. നമ്മൾ അദ്വൈതാനുഭൂതിയിലൂടെ ഏതാണ്ട് 64 പ്രഭാഷണം കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിലൂടെ ഓരോരുത്തരും അവരവരുടെ സ്വരൂപത്തിലേക്ക് എത്രമാത്രം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരും വിചാരം ചെയ്തു കൊള്ളണം. എവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്, എത്രമാത്രം ഉയർന്നിട്ടുണ്ട്. ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊട്ടും ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒരിക്കലും പാഴാക്കി കളയരുത്. നമ്മുടെ പിന്നിൽ മറ്റവൻ കാത്തു നിൽപ്പുണ്ട്, കയറുമായിട്ട് പോത്തിൻ്റെ മുകളിൽ. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ് ഇനി മറ്റൊരു ശരീരത്തിലേക്ക് കടക്കാതിരിക്കത്തക്കവണ്ണം, പ്രവേശിക്കാതിരിക്കത്തക്കവണ്ണം ഉള്ള നില ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ജാതി മത പരിഗണനകൾ കൂടാതെ സർവ്വ ആളുകൾക്കും വളരെ നിസ്സാരമായിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അതാണ് നമ്മളിവിടെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഈഴവനോ നായരോ ഒന്നുമല്ല. നിങ്ങൾ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ടുള്ള നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതിനെയാണ് നിങ്ങൾ നിരന്തരമായിട്ട് വിചാരം ചെയ്യേണ്ടത്. അതിനെയാണ് സ്വരൂപാനുസന്ധാനം എന്ന് പറയുന്നത്. സ്വസ്വരൂപാനുസന്ധാനം, അതാണ് മുക്തിക്ക് കാരണമാകുന്നത്. ഞാനെന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഈ അമ്പലത്തിൽ പോയി പൂജകളൊക്കെ നടത്തുന്നത് കൊണ്ടൊക്കെ നിങ്ങൾ ഏതെല്ലാമാണോ ആഗ്രഹിക്കുന്നത്, ഏത് നിലയിലേക്കാണോ ഉയരാൻ ആഗ്രഹിക്കുന്നത് ലൗകികമായിട്ട്, അതൊക്കെ ഏകാഗ്രതയോടുകൂടി ആ ദേവതകളോട് അഭ്യർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നടന്നെന്ന് വരും. കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെ കമൻറ്റുകൾ വന്ന കൂട്ടത്തിൽ ഒരാൾ ഏകാദശി വ്രതം നടത്തിയാൽ ഉണ്ടാകുന്ന ഫലം, കർമ്മഫലത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കർമ്മഫലത്തെ യാതൊരു കാരണവശാലും ഇല്ലാതാക്കാൻ കഴിയുകയില്ല. അത് അനുഭവിച്ചു തന്നെ തീരണം. ഏത് തരത്തിലുള്ള വ്രതം നടത്തിയാലും കർമ്മഫലം അഴിയുകയില്ല. പിന്നെ ഈ വ്രതം നടത്തുന്നത് കൊണ്ട് പ്രയോജനമില്ലേ? തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്. ഏതൊക്കെ തരത്തിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്, അതിനു വേണ്ടിയിട്ട് ഏകാഗ്രതയോടുകൂടി നിങ്ങൾക്കൊരു വ്രതാനുഷ്ഠാനം നടത്താം. ഈ ഇപ്പം തന്നെ ശബരിമലയിലേക്ക് 41 ദിവസം വ്രതമെടുക്കുന്നു ആളുകൾ. എന്താ, അവരുടെ നിരന്തരമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചര്യകളിൽ നിന്നെല്ലാം മാറി ഒരു പുതിയ ജീവിത ക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 41 ദിവസങ്ങളിലൂടെ അവർ പരിശീലിക്കുന്നു. 41 ദിവസം അതിനുവേണ്ടി ഒരു പുതിയ രീതിയിൽ അവർ ജീവിക്കാൻ തുടങ്ങുന്നു. അതാണ് വിചാരബിന്ദു ഉപനിഷത്ത് പറയുന്നത്, യത് ചിന്തയസി തദ്ഭവസി. എങ്ങനെ നിങ്ങൾ വിചാരം ചെയ്യുന്നോ അങ്ങനെ നടക്കും. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾക്കൊക്കെ ഏതാവശ്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപവാസം ഇരുന്ന് ആ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിശ്ചയമായിട്ടും കിട്ടും, ഏകഭാവത്തോടു കൂടി. അതാണ് യദ്ഭാവോ തദ്ഭവസി. അതല്ലാതെ മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മഫല അനുഭവമാകുന്ന പ്രാരബ്ധ കർമ്മത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ നിങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മാറണം, ഏതെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, അതിനൊക്കെ ഈ വ്രതങ്ങൾ നല്ലതാണ്.
അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനമുണ്ടാകും. എന്നാൽ ആത്യന്തികമായ പ്രയോജനമെന്ന് പറയുന്നത് അതൊന്നുമല്ല. അതൊക്കെ സ്വപ്ന സമാനം മിഥ്യയാണ്. സത്യമായിട്ടുള്ള വസ്തു എന്താണ്? എന്നിലെ താൻ, എന്നിലെ ഞാനല്ല. നമ്മളെല്ലാം എന്നിലെ ഞാനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റേതുകളെല്ലാം നമ്മുടെ ചുറ്റും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതിലാണ് നമ്മൾ ബന്ധിതരായിരിക്കുന്നത്, എൻ്റേതുകളിൽ. ഞാനുള്ളപ്പോൾ എൻ്റേതുകളെല്ലാം ഉണ്ടായിരിക്കും. ആ എൻ്റേതുകളിലാണ് നമ്മൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത്. നിങ്ങൾ എന്നാണോ നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നത്, അപ്പോൾ ഞാനിനോടൊപ്പം എൻ്റേതുകളിൽ നിന്നെല്ലാം പൂർണ്ണമായ വിമുക്തി. പിന്നെ അവിടെ കെട്ടുകളില്ല. ഞാൻ, അതാണ് അറിയേണ്ടത്, അറിവ്. അതാണ് അറിവ്. ഈ ഞാനല്ല, നാമരൂപധാരിയായ ഞാനല്ല. എന്നിലെ യഥാർത്ഥ ഞാൻ ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നം കാണുന്നതിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ആ ഗാഠനിദ്രയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ ഉറപ്പിച്ച് സ്വയം പ്രഖ്യാപിക്കണം, യെസ് ഐ എം ദാറ്റ്. ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല, ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെയും ഭോക്താവിനെയും കണ്ടുകൊണ്ട് സാക്ഷിഭാവത്തിൽ എന്നിലിരിക്കുന്ന എന്നിലെ താൻ, ഞാനല്ല. എന്നിലെ ഞാൻ, എന്നിലെ കർത്താവ്. ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ആ ഞാനിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. ആ യഥാർത്ഥ ഞാനിനെ സ്വല്പം ബഹുമാന പുരസ്സരം താൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്നിലെ താൻ. അതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച് അതിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട്, സദാ നിലനിർത്തണം, സദാ 24 മണിക്കൂറും അതാണ് താനെന്നുള്ള ഭാവത്തിൽ, ഞാൻ ഭാവത്തിൽ വിഹരിക്കാം. അപ്പോഴും ഞാനുണ്ടായിരിക്കും. ഏതു പ്രകാരമാണോ ആകാശത്തിലെ ചന്ദ്രൻ ഭൂമിയിലെ ജലാശയങ്ങളിലെല്ലാം പ്രതിബിംബിക്കുന്നത്, അതുപോലെ ആ സാക്ഷി ചൈതന്യം അന്ധക്കരണത്തിൽ പ്രതിബിംബിക്കുന്നതാണ് നിങ്ങളിലെ ഞാൻ. അതാണ് ജാഗ്രത അവസ്ഥയിലെ വിശ്വൻ, കർത്തൃത്വാഭിമാനി. സ്വപ്നാവസ്ഥയിലെ തൈജസൻ, തേജോമയൻ. സുഷുപ്തി അവസ്ഥയിലെ പ്രാജ്ഞൻ, പ്രജ്ഞാമാത്രൻ. അതെല്ലാം പല പേരുകളിൽ കാണപ്പെടുന്നത് ഏകനായ ചന്ദ്രൻ പല ജലാശയങ്ങളിൽ പ്രതിബിംബിക്കുന്നത് പോലെ, ഉപാധികളിൽ പ്രതിബിംബിക്കുന്നത് പോലെ. അതുപോലെ 42-ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും സ്വയം പ്രഖ്യാപിക്കണം, ഞാൻ എന്നിലെ ഈ നാമരൂപധാരിയായ ഞാനല്ല. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ നിങ്ങൾ ഓരോരുത്തരും കാണാതെ കാണണം. എങ്കിലേ നിങ്ങൾക്ക് ആ പ്രയോജനം കിട്ടൂ, ആ അനുഭവം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കേട്ടു, ആ മനസ്സിലായി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പോൾ ഒരു ചിത്രത്തിൽ അഗ്നിയുടെ പടം വരച്ചു വച്ചിരിക്കുന്നു. കത്തുന്ന ഒരു അഗ്നിയുടെ ചിത്രം അടുത്ത് വച്ചിരുന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ആഹാരം പാകം ചെയ്യാൻ കഴിയില്ല. ആഹാരം പാകം ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള അഗ്നി തന്നെ വേണം. ചിത്രത്തിലുള്ള അഗ്നി കൊണ്ട് ആഹാരം പാകം ചെയ്യാൻ കഴിയാത്തതുപോലെ വാക്കുകളിലൂടെ നിങ്ങൾ ഗ്രഹിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. അത് അനുഭവത്തിൽ നിങ്ങൾ നിലനിർത്തണം. എങ്ങനെ അനുഭവത്തിൽ നിലനിർത്താൻ സാധിക്കണം? സാധിക്കുന്നത് എങ്ങനെയാണ്? സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ മാറ്റണം. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ, മാറ്റം. ഈ ഞാനല്ല എന്നിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ ചൈതന്യം, അതിനെ നിങ്ങൾ അറിവിലൂടെ ഗ്രഹിച്ച് അതിനെ കാണാതെ കാണണം. ഉണ്ട്,
എങ്ങനെയാ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നത്? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും അതുണ്ട്. ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് അതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഉറക്കമുണർന്നു കഴിഞ്ഞ് പറയുന്നത്, ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. എങ്ങനെയാണ് പറയുന്നത്? ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിലെ താൻ എന്നിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഈ ഞാനിനും ഉപരിയായിട്ട് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നിലെ താൻ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ പ്രകാശിച്ചു നിന്നിരുന്നു. അതേ സാക്ഷി ചൈതന്യം ഈ ജാഗ്രത അവസ്ഥയിൽ ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ, ആ വിശ്വനെ കാണാതെ കാണണം. കാണാതെ കാണുന്നത് എങ്ങനെയാണ്? അറിവിലൂടെ. ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ആ അറിവാണ് കാണൽ. കാണാതെ കാണൽ. കറണ്ടുണ്ട്, കറണ്ടിനെ കണ്ടിട്ടല്ല നമ്മൾ പറയുന്നത്, കാണാതെ കാണുന്നു. എങ്ങനെ കാണുന്നു? ഉപാധിയിലൂടെ, ഉപാധിയുടെ കറക്കത്തിലൂടെ നമ്മൾ അറിയുന്നു. ആ അറിയലാണ് കാണൽ. അതുപോലെ ഈ ജാഗ്രത അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം എന്നിലുണ്ട് എന്ന് അറിയുന്നു. ആ അറിവാണ് കാണൽ. അതിലൂടെ നിങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. ആ എന്നിലെ സാക്ഷി ചൈതന്യത്തെ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാൻ കഴിയണം, കണ്ടിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട്, എന്നിലെ സാക്ഷി ചൈതന്യം ഉണ്ട്. ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം എന്നിലുണ്ട്. സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷിയായി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം എന്നിലുണ്ട്. സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം എന്നിലുണ്ട്. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ. അതാണ് ഈ ശരീരം വിട്ടുപോകുന്നത് മരണസമയത്ത്. യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കലേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ആ സമയത്ത്, മരണസമയത്ത് ആ ഭാവം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ അറിവ്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവിലൂടെ നിങ്ങൾ ജാഗ്രത അവസ്ഥയിൽ സദാ ആ അറിവിലേക്ക് ഉയർന്ന് ആ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഭാവത്തിൽ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കാം. എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരിക്കും? നിങ്ങളിലെ താനിൽ, നിങ്ങളിലെ സാക്ഷി ചൈതന്യത്തിൽ. ആ ഭാവം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണർവോടുകൂടി ഇരിക്കത്തക്കവണ്ണമുള്ള നില ഇത്തരം സത്സംഗങ്ങളിലൂടെ ആര് സംജാതമാക്കുന്നുണ്ടോ, ആര് നേടിയെടുക്കുന്നുണ്ടോ, അവർക്ക് മാത്രമാണ് ഈ മരണസമയത്തും ആ ഭാവം നിലനിൽക്കുന്നത്. മരണസമയത്ത് ആ ഭാവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഞാൻ ഭാവത്തിൽ നിന്ന് മാറി താൻ ഭാവത്തിലായിരിക്കും. ആ താൻ എന്ന് പറയുന്നത് സാക്ഷി ചൈതന്യം, ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ കൂടസ്ഥ ചൈതന്യം. എന്താ കൂടസ്ഥ ചൈതന്യം? കൂടവത്ത് തിഷ്ഠതീതി കൂടസ്ഥ. സർവമാറ്റങ്ങൾക്ക് നടുവിൽ യാതൊരു മാറ്റവുമില്ലാതിരിക്കുന്ന ഹിമകൂടം, ആ മാറ്റമില്ലാതിരിക്കുന്ന ശിഖരം. അതുപോലെ ഓരോരുത്തരുടെയും ഉള്ളിൽ സർവമാറ്റങ്ങൾക്കും നടുവിൽ യാതൊരു മാറ്റവുമില്ലാതിരിക്കുന്ന ആ ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച്, അതാണ് അനുഭവനില, അതാണ് ഈശ്വരൻ, സർവവ്യാപിയായ ഈശ്വരൻ. എവിടെ ഈശ്വരൻ ഇരിക്കുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഏതാ ഈശ്വരൻ? ആ സാക്ഷി ചൈതന്യം. ഇപ്പോൾ ജാഗ്രത അവസ്ഥയ്ക്കും നിങ്ങളുടെ ഉള്ളിൽ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം, ആ ഏകമായ ചൈതന്യം, അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ. എന്നിലും അവനിലും അവളിലും എന്നിലെ സാക്ഷി ചൈതന്യം തന്നെയാണ് അവനിലെയും സാക്ഷി ചൈതന്യം, അവളിലെയും സാക്ഷി ചൈതന്യം, ഹിന്ദുവിലെയും സാക്ഷി ചൈതന്യം, ക്രിസ്ത്യാനിയിലെയും സാക്ഷി ചൈതന്യം, മുസൽമാനിലെയും സാക്ഷി ചൈതന്യം. പിന്നെ എവിടെ വ്യത്യാസം?
പക്ഷിമൃഗാദികളിലെയും വൃക്ഷലതാദികളിലെയും ഒക്കെ സാക്ഷി ചൈതന്യം ഏകം, ഏകോ ദേവ, സർവചരാചരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന സർവാന്തര്യാമി, അതാണ് ഈശ്വരൻ. എവിടാ ഈശ്വരൻ? ഇതുള്ളപ്പോഴാണ് ആളുകൾ പറയുന്നത് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതിന് കാരണം എന്താ? അവർ ഈ അറിവിലേക്ക് ഉയർന്നിട്ടില്ല. അവരെ കുറ്റം പറയണ്ട. അവർക്ക് ഈ അറിവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ അറിവിനെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ അറിവിലേക്ക് ഉണരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത്. അവർക്കറിയാവുന്നത് ഞാൻ മാത്രം, ഞാനിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഈ ശരീരം തീർന്നു കഴിഞ്ഞാൽ ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചെയ്താനി നരാണാം പശൂനാം, മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം ആഹാരം, നിദ്ര, മൈഥുനം ഇതെല്ലാം ഒരേപോലെയാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് തിരിച്ചറിവ്. ഇപ്പോൾ നമ്മൾ ആ തിരിച്ചറിവിനെയാണ് കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം തിരിച്ചറിയുന്നു എന്താ? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ആ ദിവ്യസ്വരൂപം, ആ ദേവൻ തന്നെയാണ്. ഏതാ ദേവൻ? നിങ്ങളിലെ സാക്ഷി ചൈതന്യം. അത് ദിവ്യമായ സ്വരൂപം, ദിവ്യ എപ്പോഴും ശോഭിച്ചു കൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദേവൻ എന്ന് പറയുന്നത്. ഈശ്വരൻ സർവവ്യാപി, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഈ ശരീരത്തിൽ ഓരോരുത്തരും അതായിട്ടിരിക്കുമ്പോൾ ആണ് നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് ഉയരുന്നത്. ഇതറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് വേണ്ടിയാണ് അമ്പലത്തിൽ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച് അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമ പരികൽപ്പിത, പ്രതിമകളൊക്കെ കൽപ്പന ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ തരത്തിൽ ഉള്ള പ്രഭാഷണങ്ങൾ കേട്ട് 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 ആ ഈശ്വരൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഞാനായിട്ട് തന്നെ ഇരിക്കുന്നു, എന്നിലെ താനായിട്ട് തന്നെ ഇരിക്കുന്നു എന്നറിഞ്ഞ് സ്വയം ഈശ്വരഭാവത്തിലേക്ക് തന്നെ ഉയർത്തി നിർത്താനുള്ള കെൽപ്പില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് അമ്പലങ്ങളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതാണെന്നുള്ള ഈശ്വര ബോധത്തിലേക്ക് അവർ ഉണർത്തി, ഈശ്വരനുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് ഉയർന്ന് വളരുന്തോറും അവർക്ക് കേൾക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയും ആ ഈശ്വരൻ അവിടെ കാണുന്നതല്ല, ഈശ്വരൻ അതിനും അപ്പുറത്താണ് ഈശ്വരത്വം എന്നുള്ളത് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ ക്രമേണ ആ അറിവിലേക്ക് ഉയരുന്നു. അതിന് കാലമെടുക്കും. കാലേനാത്മനി വിന്ദതി, കാലം കൊണ്ട് മാത്രമേ ആ നിലയിലേക്ക് എത്താൻ സാധിക്കൂ. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ആ ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ സാധിക്കും. സ്വയം പ്രഖ്യാപിക്കാം, യെസ് ഐ ആം ദാറ്റ്. ഇതല്ല ജാതിനീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അത് നിങ്ങൾ തന്നെയാവുന്നു. ഈശ്വരനെ അന്വേഷിച്ച് ഒരിടവും പോകേണ്ട കാര്യമില്ല. ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങളുടെ സ്വരൂപം തന്നെയാണ് ഈശ്വരൻ. അതിനെയാണ് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ എന്ന് പറയുന്നത്. സ്വസ്വരൂപത്തെ പിന്തുടരുക, അനുസന്ധാനം ചെയ്യുക, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള ഭക്തി. അതുകൊണ്ട് അതാണ് നമ്മൾ ഈ അദ്വൈതാനുഭൂതിയിലൂടെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്, പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അറിവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കണം. സദാസമയവും ആ മന്ത്രം എന്താ? സോഹം സഹ അഹം, അതാണ് ഞാൻ. ഏത്? എന്നിലെ അത്. ഇത് ഞാൻ, ഇതല്ല ഞാൻ. ഇതെന്ന് പറയുന്നത് ആരാണ്? ഈ ശരീരാഭിമാനി. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്ന താഴ്ന്ന ഞാൻ. അതല്ല നിങ്ങളിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് തന്നിലെ താൻ എന്നറിഞ്ഞ് ആ ഭാവത്തിൽ തന്നെ നിങ്ങളിൽ സദാ നിലനിർത്തണം. ദാറ്റ് ഈസ്
സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ അതിന് ഈ കാഷായ വസ്ത്രമൊന്നും വേണ്ട, താടി വളർത്തേണ്ട, രുദ്രാക്ഷം വേണ്ട, ഒന്നും വേണ്ട. ഭാര്യയെ കളയേണ്ട, ഭർത്താവിനെ കളയേണ്ട, മക്കളെ കളയേണ്ട, കുടുംബം കളയേണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാമായിട്ടിരിക്കുമ്പോൾ, എല്ലാവരെയും സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വിചാരം മാത്രം മതി. ഏതാ? എല്ലാവരെയും സേവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നായരായ ഞാനല്ല, അല്ലെങ്കിൽ നാടാരായ ഞാനല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ഞാനല്ല, മുസൽമാനായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് എന്നിലെ സർവകർമ്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിൽ സദാ തന്നെ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും ഞാൻ ഭാവത്തിൽ വിഹരിക്കുക. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ബി വിത്ത് എവ്രിതിങ്. പക്ഷേ സദാ ആ ഭാവം അല്ലേ? ഒരു വീട്ടുജോലിക്കാരി അന്യ വീടുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുലകുടി മാറാത്ത തൻ്റെ കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ ഏത് സമയത്തും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മനസ്സ് ആ കുട്ടിയിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഏത് ഭാവത്തിൽ, ഏത് കർമ്മത്തിൽ, എവിടെ ജോലി ചെയ്യുമ്പോഴും നിങ്ങളെന്ന് പറയുന്നത് ഈ ഭാവത്തിലിരിക്കണം. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, ഈ കർമ്മം ചെയ്യുന്നവനെയും കണ്ടുകൊണ്ട്, ആ കർമ്മത്തിനും സാക്ഷിയായിട്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് താൻ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മമാകുന്നു. ആ സാക്ഷി ചൈതന്യം തന്നെയാണ് ബ്രഹ്മം. അത് ബൃഹത്തായതുകൊണ്ടാണ് അതിനെ ബ്രഹ്മമെന്ന് പറയുന്നത്. ബൃഹസ്സ ബ്രഹ്മ. അത് ഉപാധി സഹിതമായിരിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നു. മായയാകുന്ന ഉപാധിയോട് കൂടിയിരിക്കുമ്പോൾ ആ ബ്രഹ്മത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടി ആ ബ്രഹ്മം ഇരിക്കുമ്പോൾ അതിനെ ജീവൻ എന്ന് പറയുന്നു. ജീവാത്മാവെന്ന് പറയുന്നതും ബ്രഹ്മം, ഈശ്വരൻ എന്ന് പറയുന്നതും ബ്രഹ്മം. ഈശ്വരൻ മായോപാധികനായിരിക്കുന്നു. മായയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നു. അജ്ഞാനമാകുന്ന അല്ലെങ്കിൽ അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുമ്പോൾ ജീവൻ എന്ന് പറയുന്നു. നമ്മളെല്ലാം, മനുഷ്യരെല്ലാം, ജീവാത്മാക്കളെല്ലാം അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. ആ അവിദ്യയാണ് നീക്കിക്കളയേണ്ടത്. അതാണ് ഇത്തരം സത്സംഗങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതിലൂടെ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ അവിദ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയാണ് എന്നുള്ള ഭാവനയാണ് അവിദ്യ, അജ്ഞാനം. എന്താ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ജ്യോതിസ്വരൂപം, ആ പരമാത്മ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് തന്നിലെ താൻ. സഹ അഹം, അതാണ് ഞാൻ. സഹ അഹം, അതിനെ മന്ത്രമാക്കി മാറ്റിയിരിക്കുന്നതാണ് സോഹം. സോഹം, സഹ അഹം ചേർത്ത് പറയുമ്പോൾ സോഹം സോഹം. നിങ്ങൾക്ക് സദാ ഈ മന്ത്രം ഉരുവിടാം. സോഹം എന്ന് പറയുമ്പോൾ ഈ ഭാവം മുഴുവനും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഞാൻ ആ സാക്ഷി ചൈതന്യമാകുന്നു എന്ന ഭാവന നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. ആ ഭാവത്തോടുകൂടി സോഹം ചൊല്ലിയാലേ ആ ഭാവം നിങ്ങൾക്ക് കിട്ടൂ. ആ ഭാവം നിങ്ങളിൽ സ്വാധീനമാകണമെങ്കിൽ ആ ഭാവമുണ്ടായിരിക്കണം. വെറുതെ സോകം 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 എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നാൽ ആ ഭാവം നിങ്ങളിൽ കിട്ടത്തില്ല. സ്വാമി, ഞാനും ആ മന്ത്രം പറയുന്നുണ്ട്. ഭാവമില്ലെങ്കിൽ മന്ത്രം പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? സ്വാമി, ഞാനും കഴിഞ്ഞ 10 വർഷമായിട്ട് ആ മന്ത്രം പറയുന്നുണ്ട്. ഒരു പ്രയോജനമില്ല സ്വാമി. എന്താ പ്രയോജനമില്ലാത്തത്? ഈ ഭാവമില്ല. ഭാവം വേണം.
എന്താ ഭാവം? ഞാൻ ഇതല്ല, ഞാൻ അതാണ്. ആ സാക്ഷി ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. സഹ അഹം, അതാണ് ഞാൻ. സോഹമെന്ന് പറയുമ്പോൾ ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കണം. സോഹം സോഹം സോഹം. അല്ലെങ്കിൽ ശിവോഹം, ശിവം, മംഗളസ്വരൂപം. ആ ചൈതന്യം ശരീരത്തിൽ നിന്ന് പുറത്തു പോയാൽ, സത്തുപോയാൽ എന്താ? ചത്തുപോയി, ശവം. അതിരിക്കുമ്പോൾ ശിവം. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ശിവഹ അഹം, ശിവോഹം ശിവോഹം, സോഹം സോഹം എന്ന് മന്ത്രം പറയാം. അല്ലെങ്കിൽ ശിവോഹം, ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് നല്ലതാണ്. ശിവമെന്ന് പറയുമ്പോൾ ശിവൻ ആ പാമ്പൊക്കെ ഇട്ട പാർട്ടിയെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ? ശിവം, മംഗളസ്വരൂപം. ഏതൊരു ചൈതന്യം ഈ ശരീരത്തിൽ നിന്ന് പുറത്താകുമ്പോൾ ഈ ശരീരം ശവാകാരത്തെ പ്രാപിക്കുന്നുവോ അപ്പോഴാണ് എല്ലാവരും നമ്മളെ തള്ളിക്കളയുന്നത്. പിന്നെ ആർക്കും വേണ്ട. ആ ശിവം പുറത്തു പോയാൽ, ആ സത്തായ വസ്തു ശരീരത്തിൽ നിന്ന് പുറത്തു പോയാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, അമ്മയ്ക്ക് മകനെ വേണ്ട. മകൻ്റെ ശരീരത്തിൽ നിന്ന് ആ ചൈതന്യം പുറത്തു പോയാൽ പിന്നെ ശവം. പിന്നെ ആ അമ്മയ്ക്ക് മകനെ ആവശ്യമില്ല, മകനെ തിരിഞ്ഞു പോലും നോക്കില്ല. ശവം. അതിരിക്കുമ്പോൾ ശിവം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ശിവസ്വരൂപം, ആ മംഗളസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാ ആ ഭാവത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ മന്ത്രം സദാ ജോലി ചെയ്യുമ്പോഴെല്ലാം ശിവോഹം 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 ശിവോഹം. എവിടെ പോകുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴും, കുട്ടിയെ താരാട്ട് പാടി ഉറക്കുമ്പോഴും, അതുപോലെ തന്നെ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും, ഉദ്യോഗത്തിലേക്ക് പോകുമ്പോഴും, എവിടെയും ഈ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ അജപ മന്ത്രം പോലെ മുഴങ്ങണം. ആദ്യം ജപിച്ച് 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 ആ ഭാവം നിങ്ങളിൽ ഹൃദിസ്ഥമാകുമ്പോൾ, നിങ്ങൾ ചൊല്ലാതിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അത് ചൊല്ലപ്പെടും. അതാണ് അജപ മന്ത്രം. ജപിക്കാതെ ഇരിക്കുമ്പോഴും ആ ജപം നിങ്ങളിൽ മുഴങ്ങും. ആ ഭാവം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെയുള്ളപ്പോഴാണ് മരണം വന്നടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ ആ ഭാവത്തിൽ തന്നെ. ഇത് ദീർഘമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരാണോ ദീർഘമായിട്ട് ഈ ഭാവത്തെ നിരന്തരമായിട്ട് വിചാരം ചെയ്ത് 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 ഉറപ്പിക്കുന്നത്, ആ അവസാന സമയത്ത്, അതാണ് അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേബരം. അവസാന കാലത്ത് ഏതൊരാളാണോ ഈ ശരീരം ത്യജിക്കുന്നത്, ആ ത്യജിക്കുന്ന സമയത്ത് ഈ ഭാവം ആരുടെ ഉള്ളിലാണോ ഉള്ളത് അയാൾ പുനർജനിക്കുന്നില്ല. എന്തുകൊണ്ട് പുനർജനിക്കുന്നില്ല? അയാൾ എങ്ങോട്ടും പോകുന്നില്ല. ഒരു ജർമ്മൻ മിസ്റ്റിക്ക് മരണസമയത്ത് ഏക് ഹാർട്ട് മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? ആസന്ന മരണാവസ്ഥയിൽ കിടക്കുകയാണ്, കണ്ണടച്ച് കിടക്കുകയാണ്. ഈ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറന്ന് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്നുത്തരം പറഞ്ഞു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ ഉത്തരത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാനിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്താണോ അതായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എങ്ങോട്ടും പോകേണ്ടതായിട്ടില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യമാണ് എന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ടൊന്നും നിങ്ങൾ കാണരുത്. എവിടുന്നും കിട്ടാത്ത അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചുമ്മാതെയൊന്നും ഇത് കിട്ടുകയില്ല. ഒരു ചിലവുമില്ലാതെ ചുമ്മാ കിട്ടുന്ന അറിവല്ലേ എന്നും പറഞ്ഞ് കളഞ്ഞു കളയരുത്. വിലമതിക്കാനാകാത്ത അറിവാണ്. ആധ്യാത്മികത എന്ന് പറയുന്ന ഇതിനപ്പുറത്തൊന്നുമില്ല. ഏത് ശങ്കരാചാര്യ സ്വാമികളെ നിങ്ങൾ പോയി കണ്ടാലും ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് ഗ്രഹിക്കാനില്ല. ആധ്യാത്മികതയുടെ പരമോന്നത നിലയാണ് ഇത്. അത് വളരെ നിസ്സാരമായിട്ട് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. അറിയുക ആൻഡ് ബി വിത്ത് ഇറ്റ്.
അതാണ് വിചാരബിന്ദു ഉപനിഷത്ത് പറയുന്നത്, യത് ചിന്തയസി തദ്ഭവസി. ഏതൊരാളാണോ ഇതിനെ വിചാരം ചെയ്ത് അതിനെ തന്നെ ഉറപ്പിച്ച് നിർത്തുന്നത്, അവൻ അതായിത്തീരും. മരണസമയത്ത് ഈ ശരീരം അടർന്നു വീഴുന്നു. പഴുത്ത മാങ്ങ അടർന്നു വീഴുന്നത് പോലെ, ഉണങ്ങിയ മടൽ അടർന്നു വീഴുന്നത് പോലെ ഈ ശരീരം, ഈ പ്രാരബ്ധം തീർന്നു കഴിയുമ്പോൾ അടർന്നു വീഴുന്നു, കൊഴിഞ്ഞു പോകുന്നു. കൊഴിഞ്ഞു പോകുന്നതിന് മുൻപ് ആ ആൾ എന്തു ചെയ്തു? ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, ഐ എം ദാറ്റ്. അത് ശരിക്കും മനസ്സിലാക്കി നിരന്തര വിചാരത്തിലൂടെ സദാ ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്ന ആധ്യാത്മികത. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. സ്വാമി, ആ പദ്യം എനിക്ക് കാണാതറിയാം. ക്യാ ബലം? കാണാതറിഞ്ഞുകൊണ്ടെന്ത് ഫലം? ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ എന്ന് പറഞ്ഞതുകൊണ്ട് എന്തു പ്രയോജനം? ആ പദ്യം എങ്ങനെയാണ് നിങ്ങൾ അറിയേണ്ടത്? അനുഭവത്തിൽ കൂടെ അറിയണം. എങ്ങനെയാണ് അനുഭവത്തിൽ കൂടെ അറിയേണ്ടത്? ആത്മാവിനെ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിച്ചിരിക്കുന്നു. അതാണ് ഉദ്ധരിപ്പിക്കൽ. ഉദ്ധരേത് ആത്മനാത്മാനം. എങ്ങനെയാണ് ഉയർത്തേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും കേട്ടുകൊണ്ടിരുന്നത്. ആ ഉദ്ധരിപ്പിക്കേണ്ട ജോലി അവരവരുടേതാണ്. അതിന് ക്രെയിനൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഉദ്ധരിപ്പിക്കേണ്ടത് ഭാവമാറ്റം മാത്രം മതി. ദറ്റ് ഈസ് കാൾഡ് ഭാവയോഗ. യദ്ഭാവോ തദ്ഭവതു. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉറപ്പിച്ച് നിങ്ങളിൽ പ്രഖ്യാപിക്കാം, യെസ് ഐ ആം ദാറ്റ്. ഇതല്ല ഈ നായരോ ഈഴവനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഒന്നുമല്ല. നിങ്ങൾ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം എന്നിലും അവനിലും അവളിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും ജൈനനിലും ഒക്കെ കൂടിയിരിക്കുന്ന ആ ചൈതന്യം. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചാലൊന്നും നിങ്ങൾക്കത് കിട്ടുകയില്ല. ഒരിക്കൽ ഓഷോ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കാണാനായിട്ട് പോയി. അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അവിടെ 95 വയസ്സായ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് പോയത്. കാരണം അദ്ദേഹത്തിന് ഓഷോയെ വളരെ ബഹുമാനമാണ്. ഓഷോയുടെ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഓഷോയുടെ ഓരോ വാക്കും ആധ്യാത്മികതയാണ്. പക്ഷെ ഞാൻ ദീർഘകാലം ഓഷോയെ തള്ളിക്കളഞ്ഞിരുന്ന കൂട്ടത്തിലാണ്. കാരണം എന്താ? ഒരു കാലത്ത് ഓഷോ സെക്സ് ഗുരുവായിരുന്നു എന്ന് ചിത്രീകരിക്കപ്പെട്ടിരുന്നു തെറ്റായിട്ട് ശത്രുക്കൾ. അതുകൊണ്ട് ഓഷോയെ കളഞ്ഞിരുന്നു തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഒന്നുപോലും നോക്കിയിട്ടില്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുപോലും മാറ്റിവെക്കാനില്ല. ഒരു പരമഹംസൻ പറയുന്ന വാക്കുകൾ പോലെ ഉത്കൃഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം പിന്നെ ഞാൻ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത എന്ന് പറയുന്നത് 18 വോള്യം 10,000 രൂപ. അതുപോലെ ഒരു ഭഗവത്ഗീത വ്യാഖ്യാനം ഇല്ല. ഇറ്റ് ഈസ് ഗ്രേറ്റ്. എനിക്കത് തമിഴിലാണ് വായിക്കാൻ കഴിഞ്ഞത്. മലയാളത്തിൽ അത് ഇറങ്ങിയിട്ടില്ല. 3 വോള്യം എങ്ങാണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഹിന്ദിയിലുണ്ട് ഭഗവത്ഗീത, ഓഷോയുടെ ഭഗവത്ഗീത. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളായിരുന്നു മുഴുവനും. അതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുഴുവനും ഒരു പരമഹംസൻ്റെ വാക്കുകൾ മാത്രമാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആ
വൃദ്ധൻ്റെ ഭവനത്തിൽ ഓഷോ ചെന്നു. വൈകുന്നേരമായപ്പോൾ, സൂര്യൻ അസ്തമിക്കാറായപ്പോൾ വീട്ടിലെ ആളുകൾ ഓഷോയെ കാണാനായിട്ട് വന്നു. കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വീട്ടിലെ ആളുകൾ വന്ന് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു ഓഷോയെ. സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കണം, അതാണ് ജൈനരുടെ രീതി. സന്ധ്യ കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഓഷോ പറഞ്ഞു, എന്നെ കാണാനായിട്ട് ഇദ്ദേഹം വന്നിരിക്കുകയല്ലേ, ഇദ്ദേഹത്തിന് എന്താണ് എന്നിൽ നിന്നും കേൾക്കാനുള്ളത്, അത് കേൾക്കട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ആഹാരം കഴിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ 95 വയസ്സായ ആ വൃദ്ധൻ, ഓഷോയെ അങ്ങേയറ്റം ആരാധിക്കുന്ന ആ വൃദ്ധൻ, അതുവരെ ഓഷോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് 24 തീർത്ഥങ്കരന്മാരിൽ ഒരാൾ തന്നെയാണ് അങ്ങ്. 24 തീർത്ഥങ്കരന്മാർ അവിടെ ജൈന മതത്തിലുണ്ട്. അതിൽ ഒരു തീർത്ഥങ്കരൻ തന്നെയാണ് അങ്ങ്, യാതൊരു സംശയവുമില്ല. ആ തരത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള അങ്ങയോട് അദ്ദേഹം കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ കുറേ കഴിഞ്ഞ്, സന്ധ്യ കഴിഞ്ഞ് ആഹാരം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സന്ധ്യ കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുന്നോ? അതാണോ നിങ്ങളുടെ രീതി? നിങ്ങളൊരു ജൈനനല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. നിങ്ങളൊരു തീർത്ഥങ്കരനുമല്ല, തീർത്ഥങ്കരനാണ് എന്ന് ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഇതാണ് ഓരോരുത്തരും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആധ്യാത്മികത. ഇത് തെറ്റായ ആധ്യാത്മികത. അവിടെ ആധ്യാത്മികത എന്നുള്ളത് ഇല്ല. വെറും നാട്യം മാത്രം, വെറും അഭിനയം മാത്രം. ആ വൃദ്ധൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി, ഓഷോയെ തള്ളിക്കളഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത ഇതാണ്. ഇതല്ല ആധ്യാത്മികത. ആധ്യാത്മികത എന്ന് പറയുന്നത് വസ്തുബോധം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വസ്തുബോധം, ഞാനെന്ന് പറയുന്നത് ആ ശുദ്ധ സ്വരൂപം. അതുകൊണ്ടാണ് ശങ്കരന് പോലും അതുണ്ടായിരുന്നു, ശങ്കരാചാര്യ സ്വാമികൾക്ക് പോലും അതുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ശങ്കരൻ്റെ മുമ്പിൽ ചണ്ഡാല വേഷധാരിയായിട്ട് ശിവൻ വന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചത്. ആ ജാതി പ്രശ്നം, തീണ്ടലും തൊടിയിലുമൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഭാവങ്ങളൊക്കെ തൊലിപ്പുറമേ ഉള്ളതാണ്. അതൊന്നുമല്ല ആധ്യാത്മികത. ആധ്യാത്മികത എന്ന് പറയുന്നത് ശുദ്ധമായ വസ്തുബോധം. ഞാനെന്ന് പറയുന്നത് ആ വസ്തു, എൻ്റെ ഉള്ളിലിരിക്കുന്ന അത്. ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ, അതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഏത് സന്യാസിയുടെ മുമ്പിലും ഏത് ശങ്കരാചാര്യരുടെ മുമ്പിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്കാം. ബിക്കോസ് നിങ്ങൾ അറിവുള്ളവനാണ്. അറിവുള്ളവൻ മാത്രമല്ല, നിങ്ങൾ ആരാണ്? ദൈവമാകുന്നു, നിങ്ങൾ ബ്രഹ്മമാകുന്നു. നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടു കൂടി പറയാം, ഐ എം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. അതാണ് തത്വമസി, തത്വമസി, നീ അതാകുന്നു. ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് മുഴുവനും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. സാമവേദം മുഴുവൻ അതാണ് സൂചിപ്പിക്കുന്നത്. നീ അതാകുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്, നീ അതാകുന്നു, ഇതല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരാഭിമാനം, ഈ ശരീരാഭിമാനി, അതല്ല ഞാൻ. നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപമാണ് എന്ന്. ഇത് ഉപനിഷത്ത് വിദ്യയാണ്. ഉപനിഷത്തുകളാണ് നിരന്തരമായിട്ട് ഇങ്ങനെ തൈലധാര പോലെ ശിഷ്യന്മാർക്ക് ഈ അറിവ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൂഫി രീതിയും സെൻ രീതിയും ഒന്നും ഇതല്ല. ഒരിക്കൽ കുറേ യാത്രക്കാർ ഒരു സൂഫി ഗുരുവിൻ്റെ ആശ്രമത്തിന് സമീപത്തു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവർ കൗതുകപൂർവ്വം ആശ്രമത്തിലേക്കൊന്ന് നോക്കി. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് എത്തി നോക്കി.
എത്തി നോക്കിയപ്പോൾ അവിടെ ആളുകൾ തുള്ളിച്ചാടുന്നു, പാട്ടുപാടുന്നു, നൃത്തം ചെയ്യുന്നു, എന്തെല്ലാമോ ഒക്കെ അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നു അവിടുത്തെ ശിഷ്യന്മാർ. നോക്കിയപ്പോൾ അതിൻ്റെ നടുക്ക് ഗുരു ആസനത്തിൽ മിണ്ടാതിരിക്കുന്നു. ശിഷ്യന്മാർ അതിന് ചുറ്റും അവിടെ കിടന്ന് അട്ടഹാസം. ഇത് ഭ്രാന്തന്മാരാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവർ കടന്നങ്ങ് പോയി. യാത്രക്കാർ കടന്നുപോയി. ആ യാത്രയൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർ ആ ആശ്രമത്തിൻ്റെ സമീപത്തു കൂടി തിരിച്ചു വന്നപ്പോൾ അവിടെ ഒച്ചയും അനക്കവും ഒന്നുമില്ല. അവർ പതുക്കെ ആശ്രമത്തിലേക്ക് നോക്കി. ആരുമില്ലേ, ഒരനക്കം പോലും കേൾക്കുന്നില്ലല്ലോ. അവർ പതുക്കെ ഗേറ്റിനകത്തേക്ക് കടന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഗുരു ആസനത്തിലിരിക്കുന്നു. ശിഷ്യന്മാരെല്ലാം നിശ്ചലമായിട്ടിരിക്കുന്നു. ഒരു ചലനവുമില്ല, നിശ്ചലമായിട്ടിരിക്കുന്നു. നമ്മുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നത് പോലെ ചിത്രം വടതരോർമൂലെ ഗുരുർ യുവ വൃദ്ധ ശിഷ്യ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ആ തരത്തിൽ അങ്ങനെ ആ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നത് പോലെ ഗുരു ശിഷ്യന്മാരവിടെ ഇരിക്കുന്നു. അത് സൂഫി രീതി. ഗുരു ഒന്നും പറഞ്ഞു കൊടുക്കില്ല. ആ ശിഷ്യന്മാരുടെ മനസ്സിലുള്ളത് മുഴുവനും ഈ ഓഷോയുടെ രീതിയിലുള്ള ഒരു മെഡിറ്റേഷനുണ്ട്, ഡൈനമിക് മെഡിറ്റേഷൻ. ആ ഡൈനമിക് മെഡിറ്റേഷൻ എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. തൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും പുറത്തോട്ട് പ്രവഹിപ്പിക്കുക, ഛർദ്ദിപ്പിച്ച് കളയുക. എന്ത് ഭാവമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെല്ലാമാണോ അവിടെ ചെയ്യണമെന്ന് തോന്നുന്നത്, ആ ഡൈനമിക് മെഡിറ്റേഷനിൽ എന്തും നിങ്ങൾക്ക് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിയന്ത്രണമില്ല. എന്തും, അത് നല്ലതായാലും ചീത്തയായാലും എന്തും. ആ ഡൈനമിക് മെഡിറ്റേഷൻ സമയത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് ഒരു മലമുകളിൽ വെച്ചാണ് ആ ഡൈനമിക് മെഡിറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു വിദേശി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വന്നപ്പോൾ ഈ ഡൈനമിക് മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡൈനമിക് മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഓഷോയെ കാണാൻ വന്ന ആ സ്ത്രീ അങ്ങോട്ട് നോക്കിയപ്പോൾ അവർ കണ്ണടച്ച് കളഞ്ഞു. എന്താ ഈ കാണിക്കുന്നത്, എന്താഭാസത്തരങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ആ ആശ്രമത്തെ നിന്ദിക്കുകയായിരുന്നു. അതിനുശേഷം കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓഷോയുടെ ശിഷ്യയായിട്ട് മാറി. അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനമായിരുന്നു ഡൈനമിക് മെഡിറ്റേഷൻ. നമ്മുടെ ഉള്ളിലുള്ള ഭാവങ്ങളെല്ലാം പുറത്തോട്ട് കളയുന്നതിനുള്ള ഒരവസരം നൽകുന്നു. അതുപോലെയുള്ള ഒരു സന്ദർഭമാണ് ആ സൂഫി ആശ്രമത്തിലും കണ്ടത്. അവർ തൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും പുറത്തോട്ട് പ്രവഹിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിശ്ചല ഭാവത്തിലേക്ക് ഉയർത്തും. ഒന്നും പറഞ്ഞൊന്നും കൊടുക്കില്ല, ഭയങ്കര പീഡിപ്പിക്കുന്ന രീതിയാണ്. സെന്നിലും അതുപോലെ തന്നെയാണ്. ലിൻചി എന്ന ഒരു ഗുരു, ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ സമീപത്തെത്തി എനിക്ക് ആ വസ്തുവിനെ ഗ്രഹിക്കണം, ആ സാക്ഷാത്കാരത്തിലേക്ക് ഉയരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഗുരു കരണക്കുറ്റി നോക്കി ഒരൊറ്റ അടിയാണ് കൊടുത്തത്. അപ്പോൾ ആ ശിഷ്യൻ ചോദിച്ചു, ഞാൻ ആ സാക്ഷാത്കാരത്തിലേക്ക് ഉയരാനുള്ള മാർഗം എന്താണെന്നല്ലേ ചോദിച്ചത്? ഇനി എവിടെയാണോ ഉയരാനുള്ളത്? നീ അതല്ലേ, നീ അതായിട്ടിരിക്കുകയല്ലേ? ഇതേ ചോദ്യമാണ് നീ ഇനിയും ആവർത്തിക്കുന്നതെങ്കിൽ അടുത്ത അടി ഉടൻ കിട്ടും. ആ തരത്തിലുള്ള രീതിയാണ് സന്മാർഗികൾക്ക് ഉള്ളത്, പീഡിപ്പിക്കലാണ്. അതേസമയത്ത് ഉപനിഷത്ത് മാർഗമെന്ന് പറയുന്നത് തൈലധാര പോലെ ഇങ്ങനെ ഓതി 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 കൊടുക്കുക. അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉപനിഷത്ത് മാർഗം. അതാണ് ഭാരതത്തിൻ്റെ മാർഗം. മറ്റത് സെൻ ബുദ്ധമതത്തിൻ്റെ മാർഗമാണ്, സെൻ ബുദ്ധിസ്റ്റ്. നിങ്ങൾക്കറിയാം, മിലരേവ എന്നുള്ള പുസ്തകം വായിച്ചു നോക്കിയാൽ അതിനകത്ത് ഉണ്ടായിരുന്ന പീഡാനുഭവങ്ങൾ, ആ ശിഷ്യനുണ്ടായിരുന്ന പീഡാനുഭവങ്ങൾ കണ്ടാൽ ഇതാണോ ഗുരു എന്ന് നിങ്ങൾക്ക് തോന്നും. അത്രമാത്രം പീഡിപ്പിക്കലാണ്.
ആ ഗുരുവിനെക്കുറിച്ച് നമുക്ക് ബഹുമാനമൊന്നുമില്ല. ആ ശിഷ്യൻ ഇത്രയും പീഡാനുഭവങ്ങളിലൂടെ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞ് ആ ഗുരുവിന് ഗുരുവിന് കൊടുക്കുന്നത് എന്താണ്? ഗുരുദക്ഷിണ. ഗുരുദക്ഷിണ എന്താണ് തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, നീ നിൻ്റെ സിദ്ധി കൊണ്ട് ഈ ഗ്രാമത്തിൽ ഐസ് മഴ പെയ്യിക്കണം. കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്നെ അത്രയധികം ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ശിക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് നിൻ്റെ സിദ്ധി കൊണ്ട് ഇവിടെ ഐസ് മഴ പെയ്യിക്കണമെന്ന് പറഞ്ഞ ഗുരുവാണ് അതിലുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഇതാണോ ഗുരു? ഇയാളെ എങ്ങനെയാ ഗുരുവെന്ന് പറയുന്നത്? ഇയാൾ ഗു അല്ല, കൂ ആണ്, ഗുരുവല്ല. അവരെയൊന്നും ഗുരുക്കന്മാരെന്ന് പറയാൻ കഴിയില്ല. താൻ ഇവിടെ വന്നപ്പോൾ തന്നെ ശിക്ഷിച്ച ഗ്രാമവാസികളെ തൻ്റെ ശിഷ്യനെ കൊണ്ട് ശിക്ഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗുരു, അയാളെന്ത് ഗുരുവാണ്? അപ്പോൾ വേണ്ടത് ശുദ്ധഭാവം. ഗുരു തെറ്റ് ചെയ്താലും തെറ്റു തന്നെയാണ്. അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. ഗുരുവിനെ സ്വീകരിക്കുന്നത് മുഴുവനും ശ്രദ്ധയോടുകൂടിയായിരിക്കണം. ഇന്ന് വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. വളരെ സൂക്ഷിക്കണം. കാരണം ഇത് വളരെ എളുപ്പമായ ഒരു താടിയും വെച്ച് കാഷായവും ഇട്ട് രുദ്രാക്ഷവും അണിഞ്ഞാൽ ഗുരുവിൻ്റെ ഭാവം കിട്ടുന്നു, രൂപം കിട്ടുന്നു. പക്ഷേ ആ വസ്തുബോധത്തിലേക്ക് ഉയർന്നിട്ടില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. ആത്മഭാവം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് യഥാർത്ഥ ഗുരുവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ആ നിലയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം വെറും സ്വപ്നമായിട്ട് മിഥ്യയായിട്ട് മാറും. ദുരിതങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. ഇതെല്ലാം ഭയങ്കരമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതിന് ഒരു കയ്യും കണക്കുമില്ല സ്വാമി എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതൊക്കെ എപ്പോൾ ഏതുവരെയാണുള്ളത്? ഞാൻ ഭാവത്തിലിരിക്കുന്നിടത്തോളം കാലം മാത്രം. ആധ്യാത്മികതയിലേക്ക് ഉയരുന്നത് എങ്ങനെയാണ്? ഈ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ തന്നെയുള്ള ആ സാക്ഷിഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശങ്കരാചാര്യസ്വാമികളുടെ ശിഷ്യൻ സുരേശ്വരാചാര്യർ ഭക്തിമാർഗത്തിൻ്റെ അഗ്രേസരനായിരുന്നു. അദ്ദേഹം ശങ്കരാചാര്യസ്വാമികളുമായിട്ടുള്ള സംവാദത്തിൽ തോറ്റുപോയി സന്യാസം സ്വീകരിച്ച് ശിഷ്യനായിട്ട് തീർന്നയാളാണ് സുരേശ്വരാചാര്യർ. അദ്ദേഹം ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് എഴുതിയ വാർത്തികത്തിൽ പറയുന്നു, നിദ്രയാ ദർശിത അനർത്ഥാൻ ന പശ്യതി യഥോദ്ധിത. സ്വപ്നത്തിൽ നിദ്രയാ ദർശിത അനർത്ഥങ്ങൾ കാട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ ഒരു വലിയ ആന നിങ്ങളെ വിരട്ടിയെന്നും ഓടിച്ചെന്നും ആ ആന കുത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്നുള്ള ആ സ്വപ്ന ദൃശ്യങ്ങളൊക്കെ ഉണർന്നു കഴിയുമ്പോൾ ഏതു പ്രകാരമാണോ ഇല്ലാത്തതായിത്തീരുന്നത്. ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുത്തോടിയപ്പോഴാണ് കട്ടിലെ നുരുണ്ട് നിലത്ത് വീണത്. സ്വപ്നം പോയപ്പോൾ അതിൻ്റെ ആ ആനയുമില്ല, ആ ആന കുത്താൻ വന്ന ആ ഭയവുമില്ല, എല്ലാം തീർന്നു. അതുപോലെ നിദ്രയാ ദർശിത അനർത്ഥാൻ ന പശ്യതി യഥാ ഉദ്ധിത. ഉണർന്നു കഴിയുമ്പോൾ ഏതു പ്രകാരമാണോ ആ ഭയപ്പാടുകൾ, സ്വപ്നത്തിലുണ്ടായിരുന്ന ഭയപ്പാടുകൾ ഇല്ലാതായിത്തീരുന്നത്, അതുപോലെ സമ്യക് ജ്ഞാനോദയാത് ഊർധ്വം തഥാ വിശ്വം ന പശ്യതി. അതുപോലെ ആ സമ്യക് ജ്ഞാനത്തിലേക്ക്, സമ്യക്കായിട്ടുള്ള ജ്ഞാനം, യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. എന്താ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം? തന്നിലെ താൻ, തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉണരുന്ന അവസരത്തിൽ
എന്താ ഇല്ലാതായിത്തീരുന്നത്? തന്നിലെ ഞാൻ ഇല്ലാതായിത്തീരുന്നു. നാമരൂപധാരിയായ കർത്തൃത്വാഭിമാനിയായ തന്നിലെ ഞാനിൽ നിന്നുള്ള മോചനമാണ് അവിടെ നടക്കുന്നത്. മോചനം എങ്ങോട്ടാണ്? തന്നിലെ താനിലേക്ക്, വേറെ എങ്ങോട്ടുമല്ല. തന്നിൽ തന്നെയുള്ള തന്നിലെ യഥാർത്ഥ ഞാനിലേക്കാണ് നിങ്ങളെ ഉയർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉയരുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉള്ളതുപോലെ കാണപ്പെടുന്ന പ്രപഞ്ചം ഇല്ലേ ഇല്ല. ഏതുപോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നയാൾ സ്വപ്നത്തിൽ നിന്നുണർന്നു കഴിയുമ്പോൾ ആ സ്വപ്നത്തിലെ ഭീകര ദൃശ്യങ്ങൾ, ഭീകരാനുഭവങ്ങൾ എല്ലാം ഇല്ലാതായി തീരുന്നത് പോലെ, എപ്പോഴാണോ ഒരാൾ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ഉണർന്ന് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത്, അപ്പോൾ ഞാൻ ഇല്ല. ഞാൻ ഇല്ലാത്തപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതവും പ്രപഞ്ചവും ഇല്ലേ ഇല്ല. സ്വപ്നത്തിൽ നിന്നുണർന്നവന് സ്വപ്നാനുഭവങ്ങളും സ്വപ്ന ദൃശ്യങ്ങളും ഏതു പ്രകാരമാണോ ഇല്ലാതായത്, അതിന് ഒന്നുമില്ലല്ലോ. സ്വപ്നത്തിൽ നിന്നുണർന്നാലേ ആ സ്വപ്ന ദൃശ്യങ്ങൾ ഇല്ലാതാകും. അതുപോലെ ജാഗ്രത അവസ്ഥയിൽ ഞാനെന്നും എൻ്റേതെന്നും കരുതി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയപ്രപഞ്ചം ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. സ്വാമി, ഈ മേശ, മൈക്ക്, ഇതൊക്കെ ഉള്ളതല്ലേ സ്വാമി? ഉള്ളതാണ്, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. എപ്പോൾ? ഞാനായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ ഭാവത്തിലിരിക്കുമ്പോൾ ഈ മുറിയും പ്രപഞ്ചവും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും പ്രഭാഷണവും ഒക്കെ ഉള്ളതാണ്. ഞാനിൽ നിന്ന് നിങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഞാനിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങളിലെ ഞാനില്ല. അപ്പോൾ ഈ മേശയുമില്ല, മൈക്കുമില്ല, ഈ പ്രപഞ്ചവുമില്ല. തന്നിലെ താനായിട്ട് മാറിയിരിക്കും. തന്നിലെ താനായിട്ട് മാറുമ്പോഴും ഞാൻ ഭാവത്തിൽ വിഹരിക്കാം എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ട്? പ്രാരബ്ധം തീരുവോളം അത് അനുഭവിച്ചു തന്നെ തീരണം. പ്രാരബ്ധാനുഭവങ്ങൾ: ആഗാമി കർമ്മം, സഞ്ചിത കർമ്മം, പ്രാരബ്ധകർമ്മം. ഇതപര്യന്തം ഏതെല്ലാം ജന്മങ്ങളിൽ കൂടി ഏതെല്ലാം കർമ്മങ്ങൾ നാം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അനുഭവിച്ചു തീരാത്ത കർമ്മ ഫല സഞ്ചയമാണ് സഞ്ചിത കർമ്മം. അതും ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ആഗാമി കർമ്മം എന്ന് പറയുന്നത്. ആഗാമി കർമ്മം എന്ന് പറഞ്ഞ കാലത്ത് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ആണ് അന്ന് ആഗാമി കർമ്മം എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ ഏത് പ്രകാരമാണോ, അല്ലെങ്കിൽ മൊബൈലിൽ നമ്മളൊരാളിനെ വിളിച്ചാൽ അത് മുഴുവനും അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്, അതുപോലെ നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അപ്പോൾ തന്നെ സഞ്ചിത കർമ്മവുമായിട്ട് ചേർന്നിരിക്കും. അതുകൊണ്ട് ആഗാമി കർമ്മം എന്നുള്ളതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സഞ്ചിത കർമ്മം മാത്രമാണുള്ളത്. ആ സഞ്ചിത കർമ്മത്തിൽ നിന്നാണ് ഓരോ ജന്മത്തിലും അനുഭവിക്കേണ്ടതായിട്ടുള്ളത് അനുവദിച്ചിരിക്കുന്നത്. അതിനെ ഒരുത്തർക്കും മാറ്റാൻ കഴിയുകയില്ല. ജ്ഞാനമുണ്ടായാൽ പോലും മാറ്റാൻ കഴിയില്ല. സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പോലും മാറ്റാൻ കഴിയില്ല. എന്തുകൊണ്ട്? അനുഭവിച്ചാൽ മാത്രമേ അത് തീരുകയുള്ളൂ. ഏതു പ്രകാരമാണ്? അതിന് നല്ല ഒരു മന്ത്രം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വ്യാഘ്രദൃഷ്ട്യാ വിനിർമുക്തോ ബാണഃ പശ്ചാത്തു ഗോമതൗ ന തിഷ്ഠതി ഹിനത്യേവം ലക്ഷ്യം വേഗേന നിർഭരം. ശങ്കരാചാര്യസ്വാമികൾ തന്നെ വിവേക ചൂടാമണിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. വ്യാഘ്രബുദ്ധ്യാ വിനിർമുക്തോ ബാണഃ. വ്യാഘ്രമാണെന്ന് കരുതി, വ്യാഘ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കടുവ.
കടുവയാണെന്ന് കരുതി, ആ ശബ്ദം കേട്ട് കടുവയാണെന്ന് ധരിച്ച് അസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്തി വിട്ടു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ശബ്ദം കേട്ടപ്പോൾ അയ്യോ അതൊരു കടുവയല്ല പശുവാണ് എന്ന് ബോധമുണ്ടായി. അസ്ത്രം വിട്ടുകഴിഞ്ഞ ഉടനെ വിട്ടുകഴിഞ്ഞ ഉടനെ തന്നെ അയ്യോ അത് കടുവയല്ല പശുവാണെന്നുള്ള ബോധം ഇയാൾക്കുണ്ടായി. ആ ബോധമുണ്ടായാലും വിട്ട ആ ബാണത്തെ തിരിച്ചു പിടിക്കാൻ കഴിയാത്തതുപോലെ ആണ് നമ്മിലെ പ്രാരബ്ധകർമ്മം. ജനിച്ചു കഴിയുന്നതാണ് വിടപ്പെട്ടിരിക്കുന്ന സമയം. നമ്മൾ ഈ ശരീരത്തിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് വിടപ്പെട്ടിരിക്കുന്ന അസ്ത്രം. ഇനി അത് മരണപര്യന്തം സഞ്ചരിച്ച് വീഴുന്നത് വരെ എന്തെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ചു തന്നെ തീർക്കണം. ഇതിനിടയ്ക്ക് സാക്ഷാത്കാരം നേടുന്നു, അറിവിലേക്ക് ഉയരുന്നു, ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു. അതുകൊണ്ട് പ്രാരബ്ധകർമ്മം അവസാനിക്കില്ല. പ്രാരബ്ധകർമ്മം എന്താണ്? വിടപ്പെട്ടിരിക്കുന്ന ബാണം. ആ വിടപ്പെട്ടിരിക്കുന്ന ബാണത്തെ ഒരിക്കലും ആർക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് ആ ലക്ഷ്യത്തിൽ ചെന്ന് പതിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും സാക്ഷാത്കാരം നേടാൻ കഴിയുമെങ്കിൽ കഴിയാൻ എന്താ തടസ്സം? സാക്ഷാത്കാരം നേടാൻ എന്താ തടസ്സം? ഈ കേട്ട കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, അത്രയേ ഉള്ളൂ. എന്താ കേട്ട കാര്യം? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, പിന്നെ ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ആർക്കാണോ 24 മണിക്കൂറും ശേഷം ജീവിതകാലം മുഴുവനും ഉയർത്തി നിർത്താൻ സാധിക്കുന്നത്, ഉയർത്തി നിർത്തിക്കൊണ്ട് ഞാൻ ഭാവത്തിൽ നിങ്ങൾക്ക് സർവകർമ്മങ്ങളിലും വ്യാപരിക്കാം. യാതൊരു സംശയവും വേണ്ട. അപ്പം തന്നെ സ്വാമി സാക്ഷാത്കാരത്തിന് ഭംഗം വരികില്ലേ? എങ്ങനെയാണ് സാക്ഷാത്കാരത്തിന് ഭംഗം വരുന്നത്? നിങ്ങളെ ഞാൻ ഭാവത്തിലേക്ക് ഉയർത്തി താൻ ഭാവത്തിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഉറപ്പിച്ച് ആണിയടിച്ചു കഴിഞ്ഞു. അഭ്യാസം പോരാ. മറ്റേ ഓഷോയുടെ അടുത്ത് വന്ന് ആ കിളവനെ പോലെ അഭ്യാസം പോരാ. സന്ധ്യയ്ക്ക് ആഹാരം കഴിച്ചാൽ എല്ലാം പോകും എന്നുള്ള ആ ചടങ്ങുകളൊന്നും അല്ല വേണ്ടത്. ഉറച്ച തീരുമാനം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന ബോധത്തിലുള്ള ഉറച്ച നില, അതാണ് സാക്ഷാത്കാര നില. ആ നിലയുള്ളവന് ഏത് കർമ്മത്തിൽ വ്യാപരിച്ചാലും ആ കർമ്മത്തിൻ്റെ ഫലം അയാൾക്ക് കിട്ടുകയില്ല. അയാളെ സമീപിച്ച് സാക്ഷാത്കാരം നേടിയ ആളാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എങ്കിൽ ആ സാക്ഷാത്കാരം നേടിയ ആൾ ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും. സത്യം. സാക്ഷാത്കാരം നേടിയ ആൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലവും നിങ്ങളിലേക്ക് വന്നു ചേരും. അവരിലേക്ക് വന്നു ചേരുകയില്ല. എന്തുകൊണ്ട്? അവരിൽ ഞാനായിട്ടിരിക്കുന്നില്ല, അവരിൽ താനായിട്ടിരിക്കുന്നു. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ, അതിനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. മുരുക. നമ്മുടെ ഈ പ്രഭാഷണം കേട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് 2 അമ്മമാർ ഈ സംസാരിക്കുന്ന ആളിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവർ പൈസയൊക്കെ ചിലവാക്കി ഇവിടുന്ന് ട്രെയിനിൽ കയറി ഒക്കെ ഇവിടെ വന്നിരിക്കുന്നു. ആ 2 പേരുടെയും പേരെന്ന് പറഞ്ഞേ. അവിടെയോ? ചേച്ചിയാണോ? നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ആ ആഗ്രഹം, ഇത് കേൾക്കാനുള്ള ആഗ്രഹം എവിടെ പോയും
ഒരു ഗുരുവിനെ കാണാൻ എവിടെ പോയും എന്ത് ത്യാഗങ്ങൾ സഹിച്ചും അവരെ കണ്ട് അവരുമായിട്ട് ഒന്ന് സംസാരിക്കത്തക്കവണ്ണമുള്ള ആഗ്രഹം ജീവത്തായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്കിവിടെ വരാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫലവും നിങ്ങൾക്കുണ്ടാകും. മുരുക.